നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. താരസംഘടനയായിട്ടുള്ള AMMയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താരസംഘടനയുടെ തലപ്പത്ത് നിന്ന് AMMയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ലാലേട്ടൻ രാജിവെച്ചതിൽ പിന്നെ വലിയ രീതിയിലുള്ള ഇനി ആരാകണം ആ തലപ്പത്തേക്ക് എന്ന ചർച്ചകളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. സ്ത്രീ വരണം എന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഞാൻ അതിലേക്കില്ല, ഞാനുമില്ല, എന്നെയാണെങ്കിൽ ആരും പ്രസിഡന്റ് ആവണമെന്ന് പറയുന്നുമില്ല എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുമുണ്ട്. ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് ഒരു ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഹേമ കമ്മിറ്റി രൂപീകരണത്തിന് മുമ്പ് താരസംഘടനയിലെ പല നടിമാരുമൊക്കെ തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളൊക്കെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന നടിയുടെ മുമ്പിൽ, അതായത് അവർ വെച്ച ഒരു ക്യാമറയുടെ മുമ്പിൽ വെളിപ്പെടുത്തൽ നടത്തി. അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ കാണുന്നില്ല, അത് കുക്കു പരമേശ്വരൻ്റെ കയ്യിലാണ്, അവരെന്താണ് അത് തരാത്തതെന്ന് ഞങ്ങൾക്കതിൽ വലിയ ഭയമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗം ആളുകളൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ ഒരു വ്യക്തതയൊക്കെ വരുത്തിക്കൊണ്ട് ഇന്നലെ ഒരു പ്രതികരണം മാല പാർവതി നടത്തിയിട്ടുണ്ട്. മാല പാർവതിയുടെ പ്രതികരണം ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യല്ല, ഹൈഡ് ചെയ്തിട്ടുണ്ട്. ശേഷം എന്തുകൊണ്ട് അത് ഹൈഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഒരു പോസ്റ്റ് വീണ്ടും ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ ഹൈഡ് ചെയ്ത പോസ്റ്റ് എന്തായിരുന്നു എന്ന് ഞാൻ ആദ്യം തന്നെ വായിക്കാം. ഇങ്ങനെയാണ് മാല പാർവതി പറയുന്നത്. അമ്മയിലെ ഇലക്ഷനും അതിനോടനുബന്ധിച്ച് നടക്കുന്ന വിവാദങ്ങളും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. മെമ്മറി കാർഡാണ് പുതിയ വിവാദം. അമ്മയുടെ വാർത്തകൾ ദിവസേന എന്ന രീതിയിൽ നൽകുന്ന ഒരു യൂട്യൂബർ പറഞ്ഞാണ് ആദ്യം ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. പിന്നെ ഉഷ ഹസീന ഹോളിഡേ ഇന്നിൽ നടന്ന മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയുണ്ടായി. വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പലരെയും വിളിച്ച് വിഷയം തിരക്കി. 12 പേര് ചേർന്ന യോഗം വീഡിയോ ചിത്രീകരിച്ചതിൻ്റെയും പിന്നീട് മെമ്മറി കാർഡ് കാണാതായതിനെക്കുറിച്ചും കുക്കു പരമേശ്വരൻ അതെടുത്ത് വച്ചേക്കുകയാണ് എന്ന ആരോപണവും കേട്ടു. അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ സബ് കമ്മിറ്റിയിലോ ഇല്ലാത്ത കുക്കു ഭാരവാഹികൾ പറഞ്ഞിട്ട് സഹായിക്കാനെത്തിയതല്ലാതെ വേറെ ബന്ധമില്ല എന്ന് കുക്കു പറഞ്ഞു. 2018 മുതൽ 2025 വരെ ഒരു ജനറൽ ബോഡിയിലും ഇത് ഉന്നയിച്ച് കേട്ടിട്ടില്ല. IC അംഗമായി ചുമതലയെടുത്ത ചുരുങ്ങിയ നാളുകളിലും ഇന്ന് പരാതി ഉന്നയിക്കുന്നവർ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം കുക്കു ഇലക്ഷന് നിന്നപ്പോൾ കുക്കുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഉഷ ഹസീന മുൻപന്തിയിലുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റിയിലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തോ ഇങ്ങനെയൊരു പ്രശ്നം മാധ്യമങ്ങളിൽ കണ്ടതുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാബുരാജിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഉഷ ഹസീനയും പൊന്നമ്മ ബാബുവും പറയുന്ന ആരോപണത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തന്ത്രമായാണ് ഞാൻ കാണുന്നത്. എനിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് പൊന്നമ്മ ബാബു പറയുന്നത്. ഞാൻ അതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് ആരെയൊക്കെയോ ഇടപെടുത്തിയെന്ന് ഞാൻ അതിശയിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉഷ ഹസീനയ്ക്ക് ഞാൻ ദിവ്യ അയ്യർ IASൻ്റെയും മെറിൻ ജോസഫ് IPSൻ്റെയും നമ്പറുകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുവെന്ന് അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്ന് പൊന്നമ്മ ബാബുവിന് വോയിസ് നോട്ടും ഇട്ടു. അതവർ പറയുമെന്ന് പ്രതീക്ഷ എനിക്കില്ല. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ബാബുരാജ് ഇലക്ഷന് നിൽക്കരുത് എന്ന് പറഞ്ഞത് വ്യക്തിപരമായിരുന്നില്ല. ആരോപണ വിധേയർ ഇലക്ഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. നാമനിർദ്ദേശിക പിൻവലിച്ച് അദ്ദേഹം ഇട്ട പോസ്റ്റിനെ യൂട്യൂബർ വ്യാഖ്യാനിച്ചു പറഞ്ഞതിൽ പണി വരുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ശക്തർക്കെതിരെ നിൽക്കുമ്പോൾ അത് സ്വാഭാവികവുമാണ്. ഇനി വരാനിരിക്കുന്ന വലിയ അറ്റാക്കുകളുടെ മുന്നോടിയായാണ് ഞാൻ ഈ അറ്റാക്കുകളെ കാണുന്നത്. നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന ചോറുണ്ണുന്ന മലയാളികൾ ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വാസമുണ്ട്. വരുന്ന വിഷയങ്ങൾ അറിയുന്ന മുറയ്ക്ക് മറുപടി പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടാകും. അമ്മയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. മറുനാടൻ മലയാളിയിൽ ശ്രീ സാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അത് വിടുന്നു. ഇപ്പോഴത്തെ വിവാദം എക്സിക്യൂട്ടീവിലോ സബ് കമ്മിറ്റിയിലോ ഭാരവാഹിയല്ലാത്ത കുക്കുവിനെതിരെ എത്ര ബഹളമുണ്ടാക്കിയിട്ടും എന്ത് കാര്യം എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതിൽ പ്രശ്നം അനുഭവിക്കുന്നവർ നിങ്ങളുടെ യുക്തി പോലെ നിയമസഹായം തേടുക, അല്ലാതെ മാലാ പാർവതി ഇടയ്ക്ക് കയറുന്നു എന്നൊന്നും പറയണ്ട. ഞാനിതിൽ കക്ഷിയല്ല. വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിനും യൂട്യൂബറും ഒരുമിച്ച് ഒരുപോലെ പറയുന്ന കാര്യങ്ങൾ ഒരിടത്തു നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് തന്നെ വെൽ പ്ലാൻഡ് അറ്റാക്കാണ്. നമുക്ക് നോക്കാം. നിയമവും പോലീസും കോടതിയും നിങ്ങൾക്ക് മാത്രമല്ല എന്നാണ് ഇന്നലെ മാലാ പാർവതി ഒരു പോസ്റ്റ് ഇട്ടത്. ശേഷം ഇത് വാർത്തയാകുന്നു. അതിനുശേഷം മാലാ പാർവതി ആ പോസ്റ്റ് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം മാലാ പാർവതിയുടെ വിശദീകരണം ഇങ്ങനെയാണ്. ഈ കുറിപ്പുകൾ എഴുതുന്നത് ഇലക്ഷൻ വരെ പാടില്ല എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഹൈഡ് ചെയ്യുന്നു. ആരോപണങ്ങളും വലിയ ഭീഷണികളും ഉള്ളതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇലക്ഷൻ കാലത്തെ ചട്ടം എന്ന് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. ഹൈഡ് ചെയ്താൽ പിന്നെ ആര് കാണാം?
പിന്നെ എന്ത് അതിലൊരു ആ പറഞ്ഞതിലും ആ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ധൈര്യമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? എന്തോ ആകട്ടെ, ഇന്നലെ രാത്രി പറഞ്ഞു നേരം വെളുത്തപ്പോൾ ഹൈഡ് ചെയ്യുന്നു, എന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, എന്തോ ആകട്ടെ. എന്തായാലും ബാബു രാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് പത്രിക കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് മൂപ്പര് പത്രികയൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. ഒരിക്കലും ബാബുരാജിനെ സംബന്ധിച്ച് ഇങ്ങനെ മത്സരിക്കാനുള്ള യാതൊരു യോഗ്യതയും അയാൾക്കില്ല എന്നുള്ളതാണ്. കാരണം ആരോപണ വിധേയനാണ്. അയാൾക്കെതിരെ വന്നിട്ടുള്ള പലതരത്തിലുള്ള കേസുകൾ, ആ കേസുകളിലൊക്കെ താൻ ഒരു രീതിയിലും പ്രതിയല്ല. ആ വിഷയങ്ങളിലൊക്കെ തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നത് വരെ വിട്ടു നിൽക്കുക എന്നുള്ളതൊരു മാന്യതയാണ്. ബാബുരാജിനെതിരെ മാത്രമല്ലല്ലോ, സിദ്ദിഖിനെതിരെ, അങ്ങനെ എത്ര ആളുകൾക്കെതിരെയാണ് പല രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ബലാത്സംഗ ആരോപണങ്ങൾ അടക്കം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല, ഇതിലേറെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, സരിത എസ് നായരുടെ ഒരു പോസ്റ്റ് ഇതിനിടയിൽ വരുന്ന സാഹചര്യമുണ്ടായി. സരിത എസ് നായർക്ക് വേണ്ടി മോഹൻലാൽ കുറച്ച് പൈസ കൊടുത്തുന്നു, ആ പൈസ ഈ പറയുന്ന ബാബുരാജ് മുക്കി എന്നൊക്കെ സരിത എസ് നായർ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ബാബുരാജ് നാമനിർദ്ദേശ പത്രിക കൊടുത്ത ശേഷമാണ് സരിത എസ് നായരുടെ പോസ്റ്റ് വരുന്നത്. സരിത എസ് നായർക്ക് എന്താണ് ഈ സിനിമാ ഫീൽഡിൽ കാര്യം എന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ആ വിഷയത്തിൽ ബാബുരാജ് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ പൈസ എന്തിനു വേണ്ടിയാണ് മോഹൻലാൽ കൊടുത്തതെന്ന് മോഹൻലാലും ഒരു വ്യക്തത വരുത്തിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും സരിത എസ് നായരെ പോലുള്ള ഒരാളെ എന്തിനാണ് ലാലേട്ടൻ സഹായിക്കുന്നത്, മാത്രമല്ല ആ പൈസ ബാബുരാജ് എന്തിനു മുക്കി എന്നതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം കൊടുക്കണം. അതിനുശേഷമാണ് ഈ പറയുന്ന ബാബുരാജ് തൻ്റെ നാമനിർദ്ദേശ പത്രികയൊക്കെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും ഈ AMM എന്ന് പറയുന്ന ഈ താര സംഘടനയിലേക്ക് ഇനി തലപ്പത്തേക്ക് വരേണ്ടത് നട്ടലുള്ള പ്രതികരണശേഷിയുള്ള ആരെങ്കിലും ആയിരിക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിലൊക്കെ ആ വിഷയത്തെപ്പറ്റി ഒരു നല്ല പ്രതികരണം രേഖപ്പെടുത്താനായിട്ട് കഴിവില്ലാതെ പോയ ഒരു വലിയ നേതൃത്വം തന്നെയായിരുന്നു AMMയുടെ തലപ്പത്തുണ്ടായിരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിപ്പോൾ ലാലേട്ടൻ്റെ കാര്യം എടുത്താലും ആരുടെ കാര്യം എടുത്താലും പൃഥ്വിരാജിനെ പോലുള്ളവർ നട്ടലുള്ള നല്ല വ്യക്തമായിട്ടുള്ള നിലപാടും ആ വിഷയത്തിൽ പ്രതികരണവും രേഖപ്പെടുത്തിയപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്നൊരു പ്രതികരണമാണ് ലാലേട്ടനൊക്കെ നടത്തിയത്. ലാലേട്ടനൊക്കെ തുടക്കമൊന്നും ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്തിയില്ല. വലിയ രീതിയിലുള്ള ജനരോഷം ഉയർന്നു കഴിഞ്ഞപ്പോൾ, പണി പാളിയെന്ന് കണ്ടപ്പോൾ എന്തൊക്കെയോ വന്നു പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമായൊരു മറുപടി കൊടുക്കാതെ ലാലേട്ടനൊക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരാളല്ല AMM എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് വരേണ്ടത്. കാരണം ആ മേഖലയിൽ, സിനിമാ മേഖലയിൽ ഒരുപാട് രീതിയിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്, ക്രൂരതകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സ്ത്രീകൾ നേരിടുന്നത് അതിഭയാനകമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പല പീഡനങ്ങളും അവിടെ നേരിടുന്ന സാഹചര്യമുണ്ട്. അവർക്ക് പലതും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. പുരുഷാധിപത്യത്തിൻ്റെ അങ്ങേയറ്റമാണ് നമ്മൾ ആ റിപ്പോർട്ടിൽ കണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനും ഇടപെടലുകൾ നടത്താനും മുഖം നോക്കാതെ, അതായത് വേട്ടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഒക്കെ കഴിവുറ്റൊരു നേതൃത്വം എന്തായാലും AMMയുടെ തലപ്പത്തേക്ക് വരേണ്ടതുണ്ട്. അല്ലാതെ കുറേ വിഷയങ്ങൾ വരുമ്പോൾ മൂടിവെച്ചും പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കാതെയും ഒക്കെ ഒഴിഞ്ഞു മാറി സിനിമകളിൽ സൂപ്പർ സ്റ്റാറും സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാറും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളെ അല്ല നമുക്ക് ആവശ്യം. ജീവിതത്തിലും അവർക്ക് അങ്ങനെയൊക്കെ ആകാൻ കഴിയണം. അങ്ങനെയുള്ള ആളുകൾ തലപ്പത്തേക്ക് വരട്ടെ എന്ന്. എന്തായാലും AMMയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ച ജഗദീഷിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ. അങ്ങനെ നിരവധി ആളുകൾ ഇനി ഒരു സ്ത്രീ വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചവരുണ്ട്. അതൊരു മികച്ച തീരുമാനം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഒരു സ്ത്രീ വരട്ടെ, സ്ത്രീ വന്നതിന് ശേഷം അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിമർശിക്കേണ്ടതിനെ നമ്മൾ വിമർശിക്കും, കൈയടിക്കേണ്ടതിനെ നമ്മൾ കൈയടിക്കും. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, താരസംഘടനയായിട്ടുള്ള AMM എന്ന് പറയുന്ന ആ ഒരു സംഘടനയ്ക്ക് ഒരുപാട് പ്രതിബദ്ധതകളുണ്ട്. അത് ആ താരസംഘടനയിലുള്ള ആളുകളോട് തന്നെയാണ്. ആ പ്രതിബദ്ധത നിങ്ങൾ പുലർത്തേണ്ടതുണ്ട്. അതൊക്കെ പുലർത്തിയാൽ മാത്രമേ ആ സംഘടനയെ നമുക്ക് സംഘടന എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. AMMയിൽ ഈ പറയുന്നത് പോലെ എക്കാലത്തും പുരുഷാധിപത്യം മാത്രം പോരല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.